ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. താരിഖുൽ ഇസ്ലാമിൻ്റെ വാർഷിക പരീക്ഷയ്ക്ക് ആവശ്യമായ ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് സിലബസ് പ്രകാരം താരിഖുൽ ഇസ്ലാമിൽ നിന്ന് 8ാമത്തെ ചാപ്റ്റർ മുതലാണ് എക്സാമിന് വരുന്നത്. നമുക്ക് പാഠഭാഗവും റിവിഷനായിട്ട് നോക്കണം. ഇന്നിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചോദ്യപേപ്പർ ഇടുന്നതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയാം. ഞാൻ ചോദ്യപേപ്പർ ഒരാൾക്ക് ഉപകാരപ്പെട്ട അത് മതി. എനിക്ക് കൂടുതൽ പേര് കാണണമെന്നോ വ്യൂവേഴ്സ് വേണമെന്നോ വാച്ചിങ് അവർ വേണമെന്നോ സബ്സ്ക്രൈബർ വേണമെന്നോ ഒരു നിർബന്ധമില്ല. ഒരാൾക്ക് ഉപകാരപ്പെട്ട അൽഹംദുലില്ലാ അത് മതി എനിക്ക് പറയാൻ. കാരണം 2 ദിവസത്തെ മുന്നിട്ട ചോദ്യപേപ്പറിനൊക്കെ പോടി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തവരുണ്ട്. കുട്ടികളായിരിക്കും, ഇവരെല്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും. അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്കൊന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, കമൻറ്റും ലൈക്കൊന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കാതിരിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കൊക്കെ വീഡിയോ ചെയ്തു തരുന്നത്. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, വീട്ടിലെ ജോലികളുണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തെ ഈ ചോദ്യപേപ്പറൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് റിസ്ക്കുകൾ എടുക്കുന്നുണ്ട്, ഉറക്കമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ചിന്ത. അള്ളാഹു ഒരു ജാരിയായി സൗഖ്യയായി സ്വീകരിക്കട്ടെ. അപ്പോൾ അസഭ്യമായ വാക്കുകളൊക്കെ കേൾക്കുമ്പം മനസ്സിന് വല്ലാത്ത വേദനയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അള്ളാഹു കുട്ടികളല്ലേ പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ടിക്കടയാളപ്പെടുത്താനാണ്. കൻആൻ നിവാസികളിലേക്ക് നിയുക്തനായ റസൂല്. കൻആൻ നിവാസികളിലേക്ക് നിയുക്തനായ റസൂല് യാക്കൂബ് അലൈഹിസ്സലാമാണ്. യാക്കൂബ് അലൈഹിസ്സലാമാണ്. അടുത്തത്, മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്നു. എത്ര വർഷമാണെന്നാണ് ഇവിടെ? 30 വർഷമാണ് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്നത്. മനസ്സിലാക്കുക. മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ട് എത്തിപ്പെട്ട സ്ഥലം ഏതാണ്? മദിയനിലാണ് മൂസാ നബി അലൈഹിസ്സലാം എത്തിപ്പെട്ടത്. അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിച്ച വർഷം. അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിച്ച വർഷം എത്രയാണ്? 93 വയസ്സ് വരെയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിച്ചത്. മനസ്സിലാക്കുക. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏതാണ്? അറബിക്കടൽ. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് അറബിക്കടലാണ്. മനസ്സിലാക്കുക. അപ്പോൾ ടിക്ക് ചെയ്യാനൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. ഇതുപോലെ മറ്റു ചോദ്യങ്ങളൊക്കെ പാടത്തുനിന്ന് വരാം. ഒരുപാട് നബിമാരുടെ പേരും അവർ ജീവിച്ച വർഷവും അവർ എവിടേക്കാണ് നിയുക്തരായതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ താരീഖ് നമുക്കൊന്ന് റിവിഷനായിട്ട് ചെയ്യണം. എല്ലാവരും അതുകൂടി കണ്ട് മനസ്സിലാക്കാം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ കൂടുതലായിട്ട് വിശദീകരണം പറയുന്നില്ല. നമുക്ക് റിവിഷൻ ചെയ്യാം. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. ഞാൻ നിൻ്റെ സഹോദരനാണ്, നീ ദുഃഖിക്കരുത്. ആരാ പറഞ്ഞത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ് പറഞ്ഞത്, ഞാൻ നിൻ്റെ സഹോദരനാണ്, നീ ദുഃഖിക്കരുത് എന്ന്. യമനിലെ രാജ്ഞി ആരായിരുന്നു? ബിൽക്കീസ് രാജ്ഞിയാണ് യമനിലെ രാജ്ഞി. അടുത്തത്, ശക്തനായ ഒരു ജിന്നാണ് ആര്? ശക്തനായ ഒരു ജിന്നാണ് ഇഫ്രീത്ത്. അപ്പം അതിൻ്റെ നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ 12 മക്കളായിരുന്നു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് 12 മക്കളുണ്ടായിരുന്നു. അതിൽ പ്രശസ്തനായ രാജാവാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മകൾ എന്ന് ആണ് വന്നത്. അത് പ്രിൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ മക്കൾ എന്നാണ്. അടുത്തതെന്താ? നീനവ നാട്ടിലേക്ക് നിയുക്തനായ രാജാവ് ആരാണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ് നീനവ നാട്ടിലേക്ക് നിയുക്തനായത്. അപ്പോൾ ഇവിടെ ബി ആണ്, ഇവിടെ നമുക്ക് ഡി എഴുതി കൊടുക്കാം. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. തടിച്ച 7 പശുക്കളെ
ഡാഷ് 7 പശുക്കൾ ഭക്ഷിക്കുന്നു. എന്താണ്? മെലിഞ്ഞ 7 പശുക്കൾ ഭക്ഷിക്കുന്നു. തടിച്ച 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ ഭക്ഷിക്കുന്നു. ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടിരുന്നു അല്ലേ? തടിച്ച 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ ഭക്ഷിക്കുന്നു. സ്വപ്ന വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. എന്താണ്? ഈജിപ്തിൽ 7 ക്ഷേമവർഷവും പിന്നീട് 7 ക്ഷാമവർഷവും ഉണ്ടാകും. ക്ഷാമകാലത്ത് കൊയ്തെടുക്കുന്ന ധാന്യങ്ങൾ ഭക്ഷിക്കാനുള്ളത് കഴിച്ചുള്ളവ കതിർക്കുലയിൽ തന്നെ സൂക്ഷിക്കുക. ഇത് ക്ഷാമകാലത്ത് ഉപകരിക്കും. ഇതിലെ രാജാവ് കണ്ട സ്വപ്നം യൂസുഫ് നബി അലൈഹി സ്വലാം വ്യാഖ്യാനിച്ചതാണ്. മനസ്സിലാക്കുക. നിങ്ങളെ 8ാമത്തെ പാഠത്തിലാണ് പറയുന്നത്. അടുത്തതെന്താണ്? യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കുപ്പായം ഡാഷ് യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ കാഴ്ച തെളിഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കുപ്പായം മുഖത്തിട്ടപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കാഴ്ച തെളിഞ്ഞു. ആ പാഠത്തിൽ തന്നെയാണ് അത് പറയുന്നത്. മനസ്സിലാക്കുക. അടുത്തതാ, ജയിലിൽ വെച്ച് ഡാഷ് അലൈഹിസ്സലാം റിസാലത്ത് നൽകി. യൂസുഫ് നബി അലൈഹി സ്വലാമിന് റിസാലത്ത് അള്ളാഹു നൽകിയത് ജയിലിൽ വെച്ചാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് ജയിലിൽ വെച്ചാണ് അള്ളാഹു റിസാലത്ത് നൽകിയത്. അടുത്തത്, യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹു ഡാഷ് കൊണ്ടുവന്നേക്കാം. എന്താണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്? അള്ളാഹു താല അവരെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നേക്കാം. അള്ളാഹു താല അവരെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നേക്കാം എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. മനസ്സിലാക്കാം. അടുത്തതെന്താണ്? മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് ചൊല്ലിയ ദിക്ർ. യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യം വിഴുങ്ങി. അപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ചിട്ട് യൂനുസ് നബി അലൈഹി സ്വലാം എന്ത് ദിക്റാണ് ചൊല്ലിയത്? നിങ്ങളെ 13ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഉത്തരം എഴുതാനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹു താലയോട് പ്രാർത്ഥിച്ചത് എന്താണ് പ്രാർത്ഥിച്ചത്? നിങ്ങളെ 12ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. എന്താണ്? അവരെ വെല്ലുന്ന അധികാരം മോജിദത്തായി നൽകാൻ സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അവരെ വെല്ലുന്ന അധികാരം മോജിദത്തായി നൽകാൻ സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. ദുരഭിമാനികളായ സ്വേച്ഛാധിപതികളായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അവരെ വെല്ലുന്ന അധികാരം മോചിതത്തായി നൽകാനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. മറ്റാർക്കും നൽകാത്ത അധികാരം അള്ളാഹു താല നൽകി, സുലൈമാൻ നബിക്ക് നൽകി. എന്തൊക്കെയാണ് നൽകിയത്? മനുഷ്യരെയും ജിന്നുകളെയും പക്ഷികളെയും വന്യജീവികളെയും പിശാചുക്കളെയും കാറ്റിനെയും അധീനപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം എല്ലാ രാജാക്കളെയും കീഴ്പ്പെടുത്തി. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല നൽകിയ അധികാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കട്ടോ. അടുത്തത്, കുഞ്ഞ് ജനിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞ അടയാളം. സക്കരിയ നബി അലൈഹി സ്വലാം അല്ലാഹു തആലയോട് പറഞ്ഞു, എനിക്ക് വയസ്സായി, എൻ്റെ ഭാര്യ വന്ധ്യയുമായി, എങ്ങനെ കുഞ്ഞുണ്ടാകും? അല്ലാഹു തആല പറഞ്ഞു, എന്താണ്, എനിക്ക് എളുപ്പമാണ്. ഇതിനു മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് താങ്കളെ ഞാൻ സൃഷ്ടിച്ചില്ലേ? അദ്ദേഹം അല്ലാഹു തആലയോട് ഒരു അടയാളം ചോദിച്ചു. അപ്പോൾ അല്ലാഹു പറഞ്ഞു, എന്താണ്, 3 ദിവസം ആംഗ്യ ഭാഷയിലല്ലാതെ താങ്കൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇതാണ് അടയാളം. 3 ദിവസം ആംഗ്യ ഭാഷയിലല്ലാതെ താങ്കൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇതാണ് അടയാളം. സക്കരിയ നബി അലൈഹി സ്വലാമിന് അള്ളാഹു പറഞ്ഞ അടയാളം മനസ്സിലാക്കുക. ജന്നാ ബീവി റളിയല്ലാഹു അൻഹു മകളെ നേർച്ചയാക്കി. എന്തിനാണ്? ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് നേർച്ചയാക്കി. നിങ്ങൾ 15ാമത്തെ ചാപ്റ്ററിലാണ് പറയുന്നത്. ജന്നാ ബീവി മകളെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് നേർച്ചയാക്കി. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്?
ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ 3 മുഅ്ജിസത്തുകൾ ഏതാണ്? ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ 3 മുഅ്ജിസത്തുകൾ. കളിമണ്ണ് കൊണ്ട് പക്ഷികളുടെ രൂപമുണ്ടാക്കി അത് പക്ഷിയായി പറന്നുപോയി അന്ധരെയും വെള്ളപ്പാണ്ട് രോഗികളെയും സുഖപ്പെടുത്തി മരിച്ചവരെ ജീവിപ്പിച്ചു. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്താണ്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്ത് ദിവസം ഉണ്ടായ ഒരു അത്ഭുതം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്ത് ദിവസം ഉണ്ടായ ഒരു അത്ഭുതം എന്തായിരുന്നു? എന്താണ് അന്ന് സംഭവിച്ചത്? അത്യുഷ്ണമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. അത്യുഷ്ണമുള്ള ഒരു ദിവസമായിരുന്നു. മകൻ സുലൈമാന്റെ കൽപ്പന പ്രകാരം പക്ഷികൾ ചിറക് വിരിച്ചു ജനങ്ങൾക്ക് തണൽ നൽകി. മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൽപ്പന പ്രകാരം പക്ഷികൾ ചിറക് വിരിച്ച് ജനങ്ങൾക്ക് തണൽ നൽകി. ഇതാണ് അന്ന് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്ത് ദിവസം ഉണ്ടായ ഒരു അത്ഭുതം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ ബൈത്തുൽ മുഖദ്ദസിലാണ് അടക്കം ചെയ്തത്, മനസ്സിലാക്കുക. അപ്പോൾ ഓരോ പാഠത്തു നിന്നും ഒരു 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈജിപ്തിലെ രാജാവ് കണ്ട സ്വപ്നം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്വപ്നം പുലർന്നത് നിങ്ങളെ 8ാമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 5 വരിയിൽ കുറയാതെ എഴുതാൻ വരാം. മൂസാ നബി അലൈഹി ഇസ്ലാമും ഫിർഔനും എന്ന വിഷയത്തിൽ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വരും, മനസ്സിലാക്കുക. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരീക്ഷണങ്ങൾ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല നൽകിയ പരീക്ഷണം നമുക്ക് റിവിഷൻ്റെ കൂടെ നന്നായിട്ട് പറയാം. റിവിഷൻ ക്ലാസ് കേൾക്കുക എല്ലാവരും. ഞാൻ ഇതിന് താഴെ അതിൻ്റെ ലിങ്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ താഴെ ഇടാം. എല്ലാവരും അത് നോക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ അതിൽ തന്നെ ഷുഐബ് നബി ഇസ്ലാമിൻ്റെ ജനത, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് 11ാമത്തെ പാഠത്ത് നിന്ന് മനസ്സിലാക്കി പഠിക്കുക. താബൂത്തിനെയും ജാലൂത്തിനെയും കുറിച്ച് വിവരിക്കാനുണ്ടാവും, മനസ്സിലാക്കി പഠിക്കുക. ബിൽക്കിസ് രാജ്ഞി ഇസ്ലാം മതം സ്വീകരിച്ചതിനെ കുറിച്ചിട്ട് ആ പാഠത്ത് പറയുന്നുണ്ട്. നിങ്ങൾ 12ാമത്തെ പാഠം അത് നന്നായിട്ട് മനസ്സിലാക്കുക. 13ാമത്തെ പാഠത്തിൽ എന്താ മനസ്സിലാക്കേണ്ടത്? യൂനുസ് നബി അലൈഹി ഇസ്ലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയത്, അതിനെക്കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കുക. അതിൽ തന്നെ ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെയും കുറിച്ച് പറയുന്നുണ്ട്, മനസ്സിലാക്കി പഠിക്കുക. യഹിയ അലൈഹി ഇസ്ലാമിൻ്റെ രക്തസാക്ഷിത്വം. സക്കരിയ അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല കുഞ്ഞുങ്ങളെ നൽകിയതിനെ കുറിച്ചിട്ട് അതൊക്കെ ഈ പാഠത്തിൽ 14ാമത്തെ പാഠത്തിൽ നന്നായിട്ട് മനസ്സിലാക്കുക. സക്കരിയ അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചു, അതിനെക്കുറിച്ചിട്ട്. 15ാമത്തെ ചാപ്റ്ററിൽ മറിയം ബീവിയെയും ഈസാ അലൈഹി ഇസ്ലാമിനെയും കുറിച്ചിട്ട് ഈസാ അലൈഹി ഇസ്ലാമിനെയും കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് കവർ ചെയ്യുക. നമുക്ക് റിവിഷനിൽ ഒന്ന് വിശദമായിട്ട് പാഠഭാഗത്തെക്കുറിച്ച് പറയാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പഠിച്ചതൊക്കെ അനുസരിച്ച് പരീക്ഷ എഴുതാനും ഒക്കെ എല്ലാവർക്കും നല്ല വിജയം നൽകാനൊക്കെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.